വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എന്താ വിശേഷം? ഞങ്ങൾക്കൊക്കെ സുഖം തന്നെ. അല്ല റാഷിദ്, നിന്റെ ബിസിനസ്സൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു? എടാ, നീ ഇത് കാണുന്നില്ലേ? ഇതെൻ്റെ കാർ, ഇതെൻ്റെ വീട്. എൻ്റെ ബിസിനസ് ഇപ്പോൾ ശരിക്കും ട്രാക്കിലായി. പുതിയ പ്രൊജക്റ്റുകളെല്ലാം ഹിറ്റാണ്. പണ്ട് നമ്മൾ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ നിലയിലല്ലേ? എനിക്ക് തോന്നുന്നു ഇനിയൊരു പതനമില്ല, എല്ലാം സെറ്റാണ്. കാണുമ്പോൾ സന്തോഷം റാഷിദ്. പക്ഷേ ഇനിയൊരു പതനമില്ലെന്ന് നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പിന്നെ അല്ലാതെ, എൻ്റെ കൃത്യമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും എൻ്റെ ബുദ്ധിയും ഉള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? നീ പ്ലാൻ ചെയ്ത് നടന്നപ്പോൾ നിനക്ക് നിന്റെ ബുദ്ധിയിൽ വിശ്വാസം കൂടി. എന്നാൽ സൂറത്തുൽ കാഫിലെ 2 തോട്ടമുടമകളുടെ കഥ നീ ഓർക്കുന്നുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ വമാ അളുന്നു الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. ഒരാൾ സർവ്വസമ്പന്നനായിരുന്നു. മുന്തിരികളും ഈന്തപ്പനകളും നദികളും നിറഞ്ഞ തോട്ടങ്ങൾ. അവൻ ഒരിക്കൽ അവൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറയുകയുണ്ടായി: എനിക്ക് നിന്നേക്കാൾ കൂടുതൽ സമ്പത്തുണ്ട്. എനിക്ക് ആളുകളും ശക്തികളും കൂടുതലാണ്. ഇതൊന്നും ഒരിക്കലും നശിക്കുകയില്ല. പക്ഷേ അവൻ്റെ ആ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾക്ക് മറുപടിയായി അള്ളാഹു ഒരു രാത്രി കൊണ്ട് എല്ലാം കരിയിച്ച് കളയുകയുണ്ടായി. രാവിലെ അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ്റെ 2 കൈകളും തിരുമ്മിക്കൊണ്ട് കരയുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. കൂട്ടുകാരാ, അതൊക്കെ പഴയ കഥയല്ലേ? സാങ്കേതിക വിദ്യയും സുരക്ഷയും ഒക്കെ എത്രയോ മുന്നിലാണ്. ചരിത്രം ആവർത്തിക്കപ്പെടാനുള്ളതാണ് റാഷിദ്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. ടൈറ്റാനിക് കപ്പൽ, ഇതിനെ മുക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന് പറഞ്ഞാണ് അവർ കടലിൽ ഇറക്കിയത്. എന്നാൽ ഒരു ഐസ്ബർഗ് മതിയായിരുന്നു അത് നശിപ്പിക്കാൻ. സബ ഗോത്രം. പരിശുദ്ധ ഖുർആനിൽ സൂറ സബയിൽ അള്ളാഹു നമ്മളോട് പറയുന്ന ഒരു വലിയ പാഠമുള്ള കഥയുണ്ട്. أعوذ بالله من الشيطان الرجيم. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأصل وشيء من سدر قليل. അത് സബ എന്ന സമ്പന്നമായ ഗോത്രത്തിൻ്റെ കഥയാണ്. ഒരിക്കൽ യമനിൽ സബ എന്നൊരു സമ്പന്നമായ ഗോത്രം ജീവിച്ചിരുന്നു. അവരുടെ നാട്ടിൽ എവിടെയും പച്ചപ്പ് മാത്രം. മനോഹരമായ തോട്ടങ്ങൾ, പഴങ്ങൾ നിറഞ്ഞ മരങ്ങൾ, സമൃദ്ധിയോടെ ഒഴുകുന്ന വെള്ളം. ഇതിനെല്ലാം കാരണം ഒരു അണക്കെട്ടായിരുന്നു. അത് മാരിബ് ഡാം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവരുടെ നാട്ടിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭയമില്ല, ക്ഷീണമില്ല, കഷ്ടതകളില്ല. അള്ളാഹു അവരോട് പറഞ്ഞു: നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഭക്ഷിക്കൂ, അവനോട് നന്ദി പറയൂ. ഇതേത് നല്ല ദേഷ്യവും ക്ഷമിക്കുന്ന രക്ഷിതാവാണ്. കാലം കഴിഞ്ഞു. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മറന്നു. അള്ളാഹുവിനോട് നന്ദി പറയുന്നത് അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്നു. ഒരു രാത്രി ഒരു പ്രളയം വന്നു. അവരുടെ അഭിമാനമായിരുന്ന അണക്കെട്ട് തകർന്നു. പച്ചപ്പിൽ മുങ്ങിയിരുന്ന തോട്ടങ്ങളെല്ലാം മുളകും കാട്ടുമരങ്ങളും മാത്രം വളരുന്ന ഭൂമിയായി മാറി. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നമ്മെ ഒരു പാഠം പഠിപ്പിക്കാനാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ അത് ലഭിക്കും. അതിന് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. ഇതാണ് സബഗോത്രത്തിൻ്റെ കഥ. നമ്മൾ ഓർക്കുന്നൊരു വലിയ പാഠം. കൂട്ടുകാരാ, അപ്പോൾ നാം പ്ലാൻ ചെയ്യുന്നതിലും അധ്വാനിക്കുന്നതിലും അർത്ഥഫലമില്ലെന്നാണോ നീ പറയുന്നത്? അധ്വാനിക്കണം, പക്ഷേ അത് തൻ്റെ മാത്രം കഴിവാണെന്ന് ഒരിക്കലും കരുതരുത്.
അടുത്തുണ്ടായ COVID-19 ഓർമ്മയില്ലേ? ലോകശക്തികൾ വിറച്ചുപോയി, വിമാനങ്ങൾ നിലച്ചു, സാമ്പത്തിക വ്യവസ്ഥകൾ തകർന്നു. ആധുനിക മനുഷ്യൻ്റെ ഗർവിനെ തളയ്ക്കുവാനായി ഒരു കുഞ്ഞൻ വൈറസ് മതിയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് നഗരങ്ങൾ മായ്ച്ചു കളയുന്ന രീതിയിലുള്ള സുനാമികൾ. ഇതെല്ലാം മനുഷ്യനെ ഒന്നേ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ളൂ. മനുഷ്യൻ എത്ര നേടിയാലും അവൻ നിസ്സഹായനാണ്. ശരിയാണ് ഫാരിസ്, ഞാൻ അറിയാതെ ഞാൻ എന്ന് പറഞ്ഞുപോയി. അള്ളാഹു തന്നതാണെന്ന കാര്യം ഞാൻ മറന്നുപോയി. അതൊന്നും വിഷമിക്കേണ്ട റാഷിദ്, അത് തിരുത്താൻ ഇനിയും സമയമുണ്ട്. സമ്പത്ത് കൈവശം വയ്ക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് ഹൃദയത്തിൽ കയറ്റരുത്. നിനക്കിനി ഇതുപോലെ എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമ്പോൾ അഹങ്കരിക്കാതെ വിനയത്തോടു കൂടി ഇങ്ങനെ പറയുക, ലാ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. സത്യം, ഇന്നു മുതൽ എൻ്റെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ കഴിവിനെ അല്ല, റബ്ബിൻ്റെ കാരുണ്യത്തെയാകാം. നന്ദി ഫാരിസ്, നീ എൻ്റെ കൂട്ടുകാരനല്ല, കണ്ണ് തുറപ്പിച്ച സഹോദരനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ.